ശബരിമല ദർശനത്തിന് പുറപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നു. പത്തനംതിട്ട പ്രമാടം ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഹെലികോപ്റ്ററാണ് കോൺക്രീറ്റ് ചെയ്ത ഹെലിപ്പാഡിൽ താഴ്ന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും എത്തി ഹെലികോപ്റ്റർ തള്ളിമാറ്റുകയായിരുന്നു. രാഷ്ട്രപതിയുടെ വരവിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടത്. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ നിലയ്ക്കലിൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അത് പിന്നീട് പ്രമാടത്തേക്ക് മാറ്റുകയായിരുന്നു. ദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12:20 സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിക്കും. രാത്രിയോടെ ഹെലികോപ്റ്റർ മാർഗം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തും. ശബരിമല സന്നിധാനത്തിലെത്തി അയ്യപ്പനെ കണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്. പമ്പയിലെത്തി പമ്പാ സ്നാനത്തിന് ശേഷം കെട്ടുനിറച്ചതിന് പിന്നാലെ 11:30 മണിയോടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത്. കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത്. സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ കൊടിമരച്ചുവട്ടിൽ തന്ത്രി കണ്ഠര് മഹേഷ് മോഹന പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ദർശനത്തിനു ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിലാണ് വിശ്രമം. രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്തെത്തും. പിന്നാലെ ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കർണാടകയിലെ പുത്തൂരിൽ മലയാളിക്ക് വെടിയേറ്റു. അനധികൃത കാലിക്കടത്താണ് എന്ന് ആരോപിച്ച് പോലീസാണ് മലയാളിയായ ലോറി ഡ്രൈവർക്ക് നേരെ വെടിയുതിർത്തത്. കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയ്ക്കാണ് വെടിയേറ്റത്. കന്നുകാലികളെ കടത്തിയ വണ്ടി പോലീസ് തടഞ്ഞപ്പോൾ നിർത്തിയില്ല. തുടർന്ന് ലോറിയെ പിന്തുടർന്ന് പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. ലോറി ഡ്രൈവറായ അബ്ദുള്ളയുടെ കാലിലാണ് വെടിയേറ്റത്. ഒരു വെടിയുണ്ട വാഹനത്തിലും തറച്ചു. പുത്തൂർ റൂറൽ പോലീസാണ് വെടിയുതിർത്തത്. വെടിയേറ്റ അബ്ദുള്ളയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനം തടഞ്ഞ് നിവേദനം നൽകാൻ ശ്രമം. ഇന്ന് രാവിലെ കോട്ടയത്തിനു സമീപത്തായിരുന്നു സംഭവം. പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ രാവിലെ കലുങ്ക് സംവാദം പൂർത്തിയാക്കി മടങ്ങിവരുമ്പോഴായിരുന്നു വാഹനം തടഞ്ഞത്. കല്ലാടംപൊയ്ക സ്വദേശി ഷാജിയാണ് വാഹനം തടഞ്ഞതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. വാഹനം വരുമ്പോൾ റോഡ് വക്കിൽ നിൽക്കുകയായിരുന്ന ഇയാൾ സുരേഷ് ഗോപി ഇരുന്ന ഭാഗത്തേക്ക് ഓടിയെടുക്കുകയും തുടർന്ന് മുന്നോട്ട് നീങ്ങി വാഹനം തടയുകയുമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചില പേപ്പറുകൾ ഉയർത്തിക്കാട്ടി ഇത് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഡോർ തുറക്കാനോ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാനോ സുരേഷ് ഗോപി തയ്യാറായില്ല. ഇതിനിടെ പൈലറ്റ് പോയ പോലീസുകാരും വാഹനത്തിന് പിന്നാലെയുണ്ടായിരുന്ന BJP പ്രവർത്തകരും ഓടിയെത്തി. പ്രവർത്തകരിൽ ഒരാൾ ഷാജിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി ആരോപണമുണ്ട്. എന്നാൽ മറ്റുള്ളവരും പോലീസും ചേർന്ന് ഇയാളെ പിടിച്ചുമാറ്റി. ആലപ്പുഴയിൽ നിന്നും പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ട്രെയിനിൽ നിന്നും കായലിലേക്ക് ചാടി യുവാവ്. രക്ഷകരായി മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ് അരൂർ കുമ്പളം പാലത്തിൽ എത്തിയപ്പോഴാണ് യുവാവ് കായലിലേക്ക് ചാടിയത്. പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ വളവനാട് ജാബിറാണ് ട്രെയിനിൽ നിന്നും കായലിൽ അടിയൊഴുക്കുള്ള കായലിൽ വീണ യുവാവ്. ഒഴുക്കിൽപ്പെട്ടെങ്കിലും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ നാട്ടിയ കുറ്റിയിൽ പിടിച്ചു. ഇതിനിടെ കായലിൽ മീൻ പിടിച്ചിരുന്ന തൊഴിലാളികളെത്തി രക്ഷപ്പെടുത്തി. സുഹൃത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് ആലപ്പുഴയിലെത്തി മടങ്ങുകയായിരുന്നു. ട്രെയിനിൽ നിന്ന് ചാടാനിടയായ സാഹചര്യം വ്യക്തമല്ല. കായലിൽ വലയിടുകയായിരുന്ന കുമ്പളങ്ങി പൂപ്പനക്കുന്ന് സ്വദേശികളായ വിനോദ് തോമസ്, ജോബി എന്നിവരാണ് വള്ളവുമായി എത്തി രക്ഷപ്പെടുത്തിയത്. കന്യാസ്ത്രീ വേഷത്തിലെത്തി ഹഡിൽസ് മത്സരത്തിൽ അമ്പരപ്പിക്കുന്ന വിജയം കരസ്ഥമാക്കി സിസ്റ്റർ സബീന. വിസിൽ മുഴങ്ങിയതോടെ കാണികളെ അമ്പരപ്പിക്കുന്ന പ്രകടനമായിരുന്നു സിസ്റ്റർ സബീന കാഴ്ചവെച്ചത്. സ്പോർട്സ് വേഷത്തിൽ മത്സരിച്ചവരെയെല്ലാം പിന്തള്ളിക്കൊണ്ട് സിസ്റ്റർ സബീന അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. പ്രായത്തെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെച്ച സിസ്റ്റർ സബീന സ്വർണ്ണ മെഡലും കൊണ്ടാണ് കളം വിട്ടത്. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലായിരുന്നു മുൻ കായിക താരത്തിന്റെ മിന്നുന്ന പ്രകടനം. കന്യാസ്ത്രീ വേഷത്തിലുള്ള സബീനയുടെ പ്രകടനം കാഴ്ചക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. 55 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിലായിരുന്നു സബീന മത്സരിച്ചത്. മാനന്തവാടി ദ്വാരക AUP സ്കൂളിലെ കായിക അധ്യാപികയാണ് സിസ്റ്റർ സബീന. കോതമംഗലത്ത് വീട്ടമ്മയുടെ മാല പൊട്ടിച്ചോടി മോഷ്ടാവ്. 82 വയസ്സുള്ള ഏലിയാമ്മയുടെ മാലയാണ് യുവാവ് വീട്ടുമുറ്റത്ത് വെച്ച് മോഷ്ടിച്ചത്. പറമ്പിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞാണ് മോഷ്ടാവ് വീടിനകത്തായിരുന്ന ഏലിയാമ്മയെ പുറത്തിറക്കിയത്.
പറമ്പിലേക്ക് വിരൽ ചൂണ്ടി ഏലിയാമ്മയുടെ അടുത്ത് നിന്ന് ഇയാൾ ഞൊടിയുടെയിൽ മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു. ആക്രമണത്തിൽ നിലത്ത് വീണ ഏലിയാമ്മയ്ക്ക് പരിക്കേറ്റു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഏലിയാമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്. ദിനം പ്രതിയെന്നോണം കുതിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. ബുധനാഴ്ച പവന്റെ വില 2480 രൂപ കുറഞ്ഞ് 93,280 രൂപയായി. 95,760 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വില. ഗ്രാമിന് വിലയാകട്ടെ 310 രൂപ കുറഞ്ഞ് 11,660 രൂപയുമായി. 97,360 രൂപയിലെത്തിയ ശേഷമാണ് സ്വർണ്ണവിലയിലെ തിരിച്ചിറക്കം. ഇതോടെ 2 ദിവസത്തിനിടെ പവന്റെ വില 4,080 രൂപ കുറഞ്ഞു.